ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു കറണ്ട് അക്കൗണ്ട് കാര്യമാണ്. അപ്പോൾ കുറേ പേര് നമ്മൾ ചോദിക്കാറുണ്ട്, ഒരു സീറോ ബാലൻസ് കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് നമ്മളോട് കുറേ കമന്റ്സും സംഭവമൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ AU ബാങ്കിന്റെ സീറോ ബാലൻസ് ആയിട്ടുള്ള കറണ്ട് അക്കൗണ്ടിന്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സേവിങ്സ് അക്കൗണ്ട് പോലെയല്ല. ഇത് ആക്ച്വലി ബിസിനസ് ഓണേഴ്സിനും സ്മോൾ ബിസിനസ് ആയിക്കോട്ടെ, ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ ബിസിനസ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഉപയോഗിക്കാനുള്ള ഒരു അക്കൗണ്ടാണ്. ഡിഫറൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കറണ്ട് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റും സംഭവമൊന്നും കിട്ടില്ല കേട്ടോ. അത് മെയിൻ ഡിഫറൻസ് വരിക. പിന്നെ നമുക്ക് നല്ല മിനിമം ബാലൻസും സംഭവങ്ങളൊക്കെ നോർമലി ബാക്കി കറണ്ട് അക്കൗണ്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ നമുക്ക് അതിൽ ഇത്ര ബാലൻസ് കീപ്പ് ചെയ്യണമെന്നൊന്നും നിയമം സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ശരിക്കും കറണ്ട് അക്കൗണ്ടിൽ ഇതുപോലെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് ഉണ്ടെങ്കിൽ ശരിക്കും നഷ്ടമാണ് സത്യം പറഞ്ഞത്. എന്താ വെച്ചാൽ നമുക്കറിയാം, മറ്റേ നമുക്ക് അറ്റ്ലീസ്റ്റ് 3% ഇൻട്രസ്റ്റ് കിട്ടും, ഇതിന് നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ അത് ശരിക്കും വൻ നഷ്ടമാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് നോക്കിയെടുക്കുമ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ലാഭം സംഭവം കിട്ടും. അപ്പോൾ ആക്ച്വലി ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ സംഭവം. എൻ്റെ നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, AU ബാങ്കിൻ്റെയാണ്. അപ്പോൾ AU ബാങ്കിന്റെ സീറോ ബാലൻസ് അക്കൗണ്ടിന് കുറച്ച് ഫീച്ചർ, ഇവർക്ക് സേവിങ്സ് അക്കൗണ്ട് അല്ല, കുറെ കറണ്ട് അക്കൗണ്ട് ഉണ്ട്. അതിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കറണ്ട് അക്കൗണ്ടുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഹൈ പ്രീമിയം സാധനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. പക്ഷേ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ പോയിന്റ്സ് സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാകും. നമുക്കിത് എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ പേര് ഡിജിറ്റൽ അതായത് AU ഡിജിറ്റൽ കറണ്ട് അക്കൗണ്ട് എന്നാണ്. നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ നമ്മൾ AU ബാങ്കിന്റെ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് സീറോ ബാലൻസിന്റെ നമ്മൾ ഓൾറെഡി പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് ഡിജിറ്റൽ എന്ന് പേരിട്ടേക്കുന്നത്. ആക്ച്വലി ഒരു അക്കൗണ്ട് കൂടി ഉണ്ട് അവർക്ക് വേറൊരു പേരായിട്ട്. പക്ഷേ ബേസിക് വരുന്ന ഈ അക്കൗണ്ടാണ്. ഇതിന് നമുക്ക് ഫ്രീ വിസ ബിസിനസ് ഡെബിറ്റ് കാർഡ് ഫ്രീ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ലിമിറ്റ് 3 lakhs വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 100 ഫ്രീ ചെക്ക് ലീവ്സ് കിട്ടുന്നുണ്ട്. പിന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്, അതാണ് വൺ ഓഫ് ദി മെയിൻ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് അതേപോലെ കുറച്ച് ഫീച്ചേഴ്സും സംഭവങ്ങളും കാര്യം പറഞ്ഞാൽ നമുക്ക് 24/7 ക്യാഷ് ഡെപ്പോസിറ്റ് ഫീച്ചർ വരുന്നുണ്ട്. ഡെപ്പോസിറ്റ് ലിമിറ്റ് നമുക്ക് 3 lakh ആണ്. അതുപോലെ തന്നെ POS ആൻഡ് പേയ്മെന്റ് ഗേറ്റ്വേ സർവീസസ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതായത് RTGS, NEFT, IMPS, UPI, അതുപോലെ തന്നെ ഇൻട്രാ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ എല്ലാം നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 100 ഫ്രീ ചെക്ക് ലീവ്സ് പെർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് AU ബാങ്കിന്റെ 01 ആപ്പ് സാധനം ഉപയോഗിക്കാം. നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആപ്പ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ റീറ്റെയിൽ ആൻഡ് കോർപ്പറേറ്റ് മൊബൈൽ ആൻഡ് നെറ്റ് ബാങ്കിങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീ വിസ ബിസിനസ് ഗോൾഡ് ഡെബിറ്റ് കാർഡ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ട്രാവൽ ബുക്കിങ്ങിനൊക്കെ ആ കാർഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 7500 രൂപ വരെ ഓഫും അങ്ങനത്തെ സംഭവം കിട്ടുന്ന അത്യാവശ്യം നല്ല ഒരു ഡെബിറ്റ് കാർഡാണ് കേട്ടോ. അപ്പോൾ നോർമൽ ലോക്കൽ ഡെബിറ്റ് കാർഡ് അല്ല. അതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് DD പേയബിൾ ആയിട്ടുള്ള നമുക്ക് ഓപ്ഷൻസും നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ടാക്സ് പേയ്മെന്റ് സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോപ്പ് ലൈൻ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫാസ്ടാഗ്, EMI, ബിൽ പേയ്മെന്റ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എക്സ്റ്റൻഡഡ് ബാങ്കിങ് അവേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്, അതിപ്പോൾ മിക്ക എല്ലാ ബാങ്കുകളും കൊടുക്കുന്നുണ്ട്. അത് പറയും അങ്ങനത്തെ ഫീച്ചേഴ്സും സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ചാർജസ് സംഭവമൊക്കെ എന്തായാലും പറയുന്ന സ്ഥിതി നമുക്ക് എല്ലാം പറയാം. പിന്നെ ചാർജസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് മന്ത്ലി ബാലൻസ് 0 ആണ്. പിന്നെ ക്യാഷ് വിഡ്രോവൽ അറ്റ് എനി AU ബാങ്കിന്റെ ഫിനാൻസ് ബാങ്കിന്റെ ബ്രാഞ്ചിൽ നമുക്ക് ഫ്രീ ആണ്. അത് പറയാൻ വന്നപ്പോഴാണ് വിചാരിച്ചത്, നമ്മുടെ AU ബാങ്കിന്റെയും ഫിൻകെയർ ബാങ്കിന്റെയും ടൈപ്പ് RBI അപ്രൂവ് ചെയ്തിട്ടാണ്. നമുക്ക് ഒഫീഷ്യലായിട്ട് AU ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ തന്നെ എല്ലാ AU ബാങ്കിന്റെയും നമുക്കിപ്പോൾ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഫിൻകെയർ ബാങ്കിന്റെ ബ്രാഞ്ചസും ATM ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് AU ബാങ്ക് ഔട്ടാണ്. അപ്പോൾ എൻ്റെ തൃശ്ശൂരൊക്കെ നമുക്ക് ഫിൻകെയറിന്റെ ബാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫിൻകെയറിന്റെ അക്കൗണ്ട് ഉണ്ട് വേറെ കാര്യം. അപ്പോൾ അതിന് നമുക്ക് അത് ആക്ച്വലി ഇപ്പം AU ബാങ്കിന്റെ സംഭവമൊക്കെ ഔട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ ഏരിയയിലും അവരുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഡെപ്പോസിറ്റിന് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ പെർ മന്ത് 3 lakh ആണ്. അതുപോലെ തന്നെ ചാർജസ് ബിയോണ്ട് ഫ്രീ ലിമിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മിനിമം 50 രൂപ വെച്ച് വരും. അതുപോലെ തന്നെ പിന്നെ ലോ ഡിനോമിനേഷൻ നോട്ട്സ് നോക്കി കഴിഞ്ഞാൽ അത് പിന്നെ നോർമൽ പോലെ തന്നെയാണ്. RTGSും NEFT ഒക്കെ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് 1 lakh അപ് ടു 1 lakh നമുക്ക് ഫ്രീ ആണ്. 1 lakhന് മുകളിൽ കഴിഞ്ഞാൽ 2 രൂപ പെർ ട്രാൻസാക്ഷൻ വരും കേട്ടോ. പിന്നെ IMPSും RTGSും 10 രൂപ ട്രാൻസാക്ഷൻ ആണ്. IMPS ഡിജിറ്റൽ ആണെങ്കിൽ ഫ്രീ ആണ്. UPI പിന്നെ ഓൾറെഡി ഫ്രീ ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ചെക്ക് ലീഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 100 എണ്ണം പെർ മന്ത് നമുക്ക് ഇടുന്നുണ്ട്. ലോക്കൽ ആൻഡ് ഔട്ട് സ്റ്റേഷൻ ചെക്ക് അതൊക്കെ നമുക്ക് ഫ്രീ തന്നെയാണ്. ചെക്കിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കാർഡ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ വിസ ബിസിനസ് ഗോൾഡ് ആണ്, ഫ്രീ കാർഡാണ്. മാർക്കപ്പ് ചാർജ് വരുന്നത് 3.5%. ATM ട്രാൻസാക്ഷൻ ആയിട്ട് AU ബാങ്കിന്റെ ATMലാണെങ്കിൽ ഫ്രീ ആണ്. അതർ ATMസിലാണെങ്കിൽ 5 ഫ്രീ ട്രാൻസാക്ഷൻ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം നോർമലാണ്. പിന്നെ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി കാര്യം ഞാൻ പറയാം. അതാണല്ലോ മിക്ക എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുക.
എന്തൊക്കെ വേണം? പാൻ കാർഡ് ഓഫ് ഇൻഡിവിജ്വൽ വേണം കേട്ടോ. അതുപോലെ തന്നെ GST നമ്പർ വേണം, KYC ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അറിയിക്കും എന്തായാലും വേണം, ആധാർ വേണം, ഇനീഷ്യൽ ഫണ്ടിങ് വിയ നെറ്റ് ബാങ്കിങ് IMPS. ഇനീഷ്യൽ ഫണ്ടിങ് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടിരിക്കും. ചിലർക്ക് 5000 ചോദിക്കാറുണ്ട്, ചിലർക്ക് 10000 ചോദിക്കാറുണ്ട്. എന്നാൽ അത് മിക്ക എല്ലാ ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ടിൽ ഇനീഷ്യൽ ഫണ്ടിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ വലിയ കാര്യമായിട്ട് എടുത്ത് പറയുന്നില്ല. എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഫണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല, നമുക്ക് നമ്മുടെ അക്കൗണ്ട് തന്നെയാണല്ലോ, നമുക്കത് ഭാവിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. GST നമ്പർ നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് തുടങ്ങുമ്പോൾ എന്തായാലും വേണ്ടി വരും, അത് നിങ്ങൾക്ക് എല്ലാവരും അറിയായിരിക്കും. അത് മാത്രമേ എക്സ്ട്രാ അഡീഷൻ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ banksathi.com നമ്മുടെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ തന്നെ പ്രീ അപ്രൂവ് ആയിട്ട് ഓഫേഴ്സ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ. ബാങ്ക്സാthi എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഫിൻടെക് കമ്പനിയാണ്. അപ്പോൾ അവരുടെ അതിൻ്റെ ആപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഒരു സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ നമ്പർ, ഫോൺ നമ്പർ, ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും, OTP ചോദിക്കും. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ IOM സൈറ്റിലേക്ക് പോട്ടാം. അപ്പോൾ ഒഫീഷ്യലാണ്, നമ്മുടെ സ്പാമോ സംഭവങ്ങളൊന്നുമല്ല, ഫുള്ളി സെക്യൂർ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. ഞാൻ ഉപയോഗിക്കുന്ന സംഭവം മാത്രമേ നമ്മളിതിൽ പറയാറുള്ളൂ, നമ്മുടെ വീഡിയോയിൽ നിന്നൊക്കെ പറയാറുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ കാർഡുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ ബാക്കി വേറെ ആൾക്കാർക്ക് കിട്ടിയ കാർഡൊന്നും ചെയ്യാറില്ല. എൻ്റെ എല്ലാ ഓൺ ക്രെഡിറ്റ് കാർഡ്സുകളൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പ്രത്യേകിച്ച് എടുത്ത് പറയാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന താല്പര്യർക്ക് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, നമ്മുടെ GHH വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൽ ടെക് ന്യൂസ്, നമ്മുടെ ഫൈനാൻഷ്യൽ ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ്, നമ്മളിനി ജോബ് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കമ്പനി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം.